വെൽക്കം ബാക്ക് ടു മൈ സെക്കൻഡ് വ്ളോഗ് ആഫ്റ്റർ സോ മെനി ഡേയ്സ്. കുറേ ദിവസത്തിന് ശേഷമുള്ള സെക്കൻഡ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മെയിനായിട്ടുള്ളൊരു കോണ്ടൻറ്റ് എത്തിക്കാമെന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ഓക്കെ, അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറേ ആയി വിചാരിക്കുന്നത്, എനിക്ക് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണം. അതായത് സമൂഹത്തിലേക്ക് അതായത് എന്താ പറയുക, ഈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികളിലേക്ക് എനിക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് എത്തിക്കണം ഞാൻ കുറേ ആയി വിചാരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോപ്പിക്കായിട്ട് കുറച്ച് റിസർച്ചും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് നിങ്ങളിലേക്ക് സംസാരിക്കാൻ വരുന്നത്. ഒബ്വിയസ്ലി അത് വേറെ ഒന്നുമല്ല, LGBT തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്നത് അതിന് അഗെയിൻസ്റ്റായിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. പോരാത്തതിന് നമ്മളെ എന്താണ് വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയുക വണ്ടർഫുൾ ഷോ പോകുന്നുണ്ട്, ബിഗ് ബോസ്. അതെല്ലാവർക്കും അറിയില്ലേ. ബിഗ് ബോസ് ഷോയിൽ അതിൻ്റെ അകത്ത് എൻ്റെ രണ്ട് ഫേവറേറ്റ് കോണ്ടസ്റ്റൻ്റ് അതിലുണ്ട്. അതാണ് ആദിലയാണ്, നൂറയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതും ഞാൻ ഭയങ്കര അഡ്മയർ ചെയ്യുന്ന രണ്ട് കുട്ടികളാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സ്വന്തം പാരൻസിനെ ഇട്ട് വന്നതാണോ നീ അഡ്മയർ ചെയ്യുന്നത് എന്ന്. അപ്പോൾ എനിക്ക് അവരുടെ പാരൻസിൻ്റെ അടുത്ത്, ആദിലയും നൂറയും എൻ്റെ പാരൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, അപ്പാർട്ട് ഫ്രം ദ സെക്ഷുവൽ അട്രാക്ഷൻസിന് പുറമെ അവർ ഒരുപാട് സ്നേഹിക്കാൻ പഠിച്ച രണ്ട് കുട്ടികളാണ്. അവർക്ക് തമ്മിൽ അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ വൈ കാൺ പാരൻസ് അക്സെപ്റ്റ് ദം? പാരൻസ് അവരെ അക്സെപ്റ്റൻസ് ചെയ്യുന്നതാണ് പാരൻസിന് അവരോട് കാണിക്കാനുള്ള ഒരു ലവ് എന്ന് എനിക്ക് പറയാം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർ വെൽ എഡ്യൂക്കേറ്റഡ് ഗേൾസ് ആയതുകൊണ്ട് തന്നെ അവർ നല്ലൊരു പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ഗേൾസാണ്. പോരാത്തതിന് സോഷ്യൽ മീഡിയാസിലായിക്കോട്ടെ എല്ലായിടത്തും ഇൻഫ്ലുവൻസ് ആയി വരുന്ന ഒരു കുട്ടികളാണ് രണ്ടുപേരും. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അത്രമേൽ തമ്മിൽ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത് അവരുടെ പാരൻസിനെ അവരെ അക്സെപ്റ്റ് ചെയ്തുകൂടാ? ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ. ഓക്കെ, ഇത് പറയുമ്പോൾ ഞാൻ വേറൊരു പോയിന്റ് ഓർത്തത് എന്താണെന്ന് പറഞ്ഞാൽ, അതിൻ്റെ അകത്ത് ഒരു കോണ്ടസ്റ്റൻറ്റ് പറയുകയുണ്ടായി, ലക്ഷ്മി എന്ന് പറഞ്ഞൊരു കോണ്ടസ്റ്റൻറ്റ് പറയുന്നുണ്ടായി, അതായത് സമൂഹത്തിന് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല, അവളുടെ കുട്ടി, ലക്ഷ്മീൻ്റെ കുട്ടി ഇത് കണ്ട് ഇൻഫ്ലുവൻസ് ആവുമെന്ന് പറയുന്നുണ്ടായി. ഞാൻ ലക്ഷ്മിൻ്റെ അടുത്ത് ചോദിക്കട്ടെ, നോർമലായിട്ടുള്ള കാര്യം എന്തുകൊണ്ട് ഒരു വ്യക്തിക്ക് നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല? ഇതൊരു നോർമലായിട്ടുള്ള കാര്യമാണ്. തമ്മിൽ സ്നേഹിക്കുക, അപ്പാർട്ട് ഫ്രം ദാറ്റ് നത്തിങ്. തമ്മിൽ സ്നേഹിക്കുക എന്നൊരു കാര്യം എന്തുകൊണ്ട് നോർമലൈസ് ചെയ്യാൻ പറ്റില്ല? അതിന് ആർക്കും ആരെ വേണമെങ്കിലും അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കാം. പിന്നെ ഇൻഫ്ലുവൻസിൻ്റെ കാര്യം ബിഗ് ബോസിലെ വൺ ഓഫ് ദ കോണ്ടസ്റ്റന്റ് ലക്ഷ്മി പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് അതിനോട് അഗെയിൻസ്റ്റ് പറയാനുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അവളുടെ മോൻ ഈ ഒരു ഷോയിലെ രണ്ട് വ്യക്തികളെ കണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നതിന് പകരം ലക്ഷ്മി ഒരു ഡിവോഴ്സിയാണ്. അപ്പോൾ ലക്ഷ്മീൻ്റെ ഹസ്ബൻഡായിട്ട് അവർ തമ്മിൽ ഒരുപാട് വഴക്കിന് ശേഷം ആയിരിക്കുമല്ലോ ഡിവോഴ്സ് ആയിട്ടത്. അത് കണ്ട് ഇൻഫ്ലുവൻസ് ആവുമോ, അതോ ഈ രണ്ട് വ്യക്തികൾ തമ്മിൽ സ്നേഹിക്കുന്നത് കണ്ട് ഇൻഫ്ലുവൻസ് ആവുമോ? സോ എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കുട്ടികൾ തമ്മിൽ സ്നേഹിക്കുന്നത് കണ്ട് ആ മോൻ ഇൻഫ്ലുവൻസ് ആവുന്നതാണ് ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. സോറി. അപ്പോൾ ഓബ്വിയസ്ലി സ്നേഹിക്കുന്നതിന് നമ്മൾ അക്സെപ്റ്റൻസ് ചെയ്യണം. ഈ സമൂഹത്തിൽ നമുക്ക് അക്സെപ്റ്റൻസ് ചെയ്യാത്തതായിട്ട് ഒന്നുമില്ല. പിന്നെ അതായത് ഇപ്പം നമ്മളൊരു അമ്മമാരൊരു സ്റ്റേജിലൊക്കെ, അതായത് നൂറേൻ്റെയും ആദിലേൻ്റെയും പേരൻസിൻ്റെ സ്റ്റേജിൽ നിൽക്കുന്നവർക്കൊക്കെ ഇത് അക്സെപ്റ്റൻസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരിത് കണ്ട് വളരാത്തത് കൊണ്ട് തന്നെ അവരുടെ കണ്ണിൽ ഇത് നോർമലല്ല. അപ്പം നോർമലൈസ് ചെയ്യാൻ അവർക്ക് ടൈം എടുക്കും. പക്ഷെ എന്നാൽ തന്നെ ഒരുപാട് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടില്ലെങ്കിലും ചിന്തിക്കാൻ അഡ്വാൻസ്ഡ് മൈൻഡും കുറച്ച് ബ്രോഡ് തിങ്കിങ് എബിലിറ്റി ഉണ്ടെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ ഇന്നത്തെ എല്ലാ സമൂഹത്തിനോടും ഞാൻ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് തിങ്, ഇപ്പോഴത്തെ ഞാൻ ആദിലേനെയും നൂറേനെയും ബിഗ് ബോസ് കോണ്ടസ്റ്റൻ്റ് ആയതിനു ശേഷം ഇവരെ പേഴ്സണലി എനിക്കറിയില്ലെങ്കിലും ഇവരെക്കുറിച്ച് ഒരുപാട് അറിയാൻ ഞാൻ ശ്രമിച്ച്, അങ്ങനെ ഇവരെക്കുറിച്ച് അറിഞ്ഞത്, അതായത് ഷോ കണ്ടിട്ടായാലും പുറമേ നിന്ന് അറിഞ്ഞതായാലും, ലൈക്ക് ദേ ആർ ടു ബ്യൂട്ടിഫുള്ളി ലവിങ് കപ്പിൾസ്, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം അത്രയും ലവിങ് കപ്പിൾസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അവർ ഒരുപാട് ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ അവരുടെ സ്റ്റേറ്റസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇടും. സ്റ്റോറീസൊക്കെ ലൈക്ക് ഫ്യൂ ഓഫ് ദ എഡിറ്റഡ് ക്ലിപ്സ് അതൊക്കെ എടുത്തിട്ട് ഞാൻ സ്റ്റോറീസൊക്കെ ഇടും. ആ ഒരു ടൈമിൽ തന്നെ ഒരുപാട് 2K കിഡ്സ്, അപ്പാർട്ട് ഫ്രം 90s കിഡ്സ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദ 2K കിഡ്സ്, ഇപ്പോൾ വളർന്നു വരുന്ന ജനറേഷനൊത്ത് വളർന്നു വരുന്ന കുട്ടികൾ തന്നെ എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ്, അതായത് വൾഗർ കമൻറ്റ്സ് എനിക്ക് ഇടുന്നത്. ലൈക്ക് ഇവരൊക്കെ നീ അല്ലാതെ വേറെ ആരെങ്കിലും ഇവരെയൊക്കെ
സപ്പോർട്ട് ചെയ്യുമോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ എനിക്ക് നെഗറ്റീവായിട്ട് കമൻസ് ഇടുന്നുണ്ട്. എനിക്ക് ഇവരോടൊക്കെ ഒരു കാര്യങ്ങളെ ചോദിക്കാനുള്ളൂ, ഈ 2 കുട്ടികൾക്ക് എന്താണ് കുഴപ്പം? ഈ പറയുന്ന വ്യക്തികൾ തന്നെ, ഈ വൾഗർ കമൻസ് എനിക്ക് തരുന്ന വ്യക്തികൾ തന്നെ എന്താ പറയുക, ലൈഫിൽ റിലേഷൻഷിപ്സിലായിക്കോട്ടെ ലവിലായിക്കോട്ടെ എല്ലാത്തിലും വട്ടപൂജ്യത്തിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും, ഫെയിലിയറിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. സോ ഇവരെ ഈ ആദില ആൻഡ് നൂറെ ഇവരെ ഇത്രയും സ്നേഹിക്കാൻ പഠിച്ച 2 കുട്ടികൾ ഞാൻ സ്റ്റോറി ഇടുന്നത് കൊണ്ട് വാട്ട്സ് റോങ് ഇൻ ദാറ്റ് ഗൈസ്? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഈ ഒരു സമൂഹത്തിൽ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ലേൺ ടു അക്സെപ്റ്റ് ഇറ്റ്. നമ്മളെ ലോകത്ത് എന്താണോ നടക്കുന്നതിന് അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കൂ. ഇതല്ല നമ്മളെ ലോകത്തെ വലിയ ഇഷ്യൂ. ഒരു ലെസ്ബിയൻ കപ്പിൾസ് ആണോ അല്ലെങ്കിൽ ഒരു ഗേ കപ്പിൾസ് ആണോ, ഇതല്ല നമ്മളെ ലോകത്തിലെ ഏറ്റവും വലിയ ഇഷ്യൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ നോർമലായ ഒരു കാര്യത്തിന് നമ്മൾ നോർമലൈസ് ചെയ്യണം. ലക്ഷ്മി, വൺ ഓഫ് ദ കണ്ടസ്റ്റൻറ്റ് ഓഫ് ബിഗ് ബോസ്. പിന്നെ ഇൻഫ്ലുവൻസ് ആവാമെന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അതിന് നല്ലൊരു മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻഫ്ലുവൻസ് ആരും ഒന്നിനെയും കണ്ട് ഇൻഫ്ലുവൻസ് ആവില്ല. ഒരു 3 വയസ്സുള്ള കുട്ടി 25-26 വയസ്സുള്ള ഒരു ലെസ്ബിയൻ കപ്പിൾസിനെ കണ്ടിട്ട് ഒരിക്കലും ഇൻഫ്ലുവൻസ് ആവില്ല. ആ കുട്ടിക്ക് എത്രത്തോളം ബുദ്ധിയും വിവേകവും ഉണ്ടെന്ന് ആ കുട്ടി തന്നെ വളരുമ്പോൾ അതിൽ പ്രൂവ് ചെയ്തോളും. അല്ലാതെ ഒരിക്കലും ഇവരെ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ആ കുട്ടി പോയിട്ട് വേറൊരു ബോയിനെ സ്നേഹിക്കാനോ ഒന്നും പോകുന്നില്ല. അത് സെക്കൻഡ് തിങ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞാൽ, സൗദിയിൽ വളർന്ന ആദിലയും നൂറയും ഒരു ലെസ്ബിയൻ കപ്പിൾസിനെ കണ്ടിട്ടും ഇൻഫ്ലുവൻസ് ആയിട്ടും അല്ല അവർ സ്നേഹിച്ചിന്. അവർ വളർന്നു വരുമ്പോൾ അവർക്ക് എന്ത് ഇതിലാണോ അവരെ ഹോർമോണൽ ഇംബാലൻസസ് പോയത്, അതിനനുസരിച്ച് അവരുടെ ലൈഫ് മുന്നോട്ട് പോയി. അല്ലാതെ അവരിപ്പോൾ ഇൻഫ്ലുവൻസ് എന്ന് പറയുമ്പോൾ അവരാരെയും കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ടാണോ അവരിങ്ങനെ ആയത്? അല്ല, ഒരിക്കലും അല്ല. അപ്പോൾ എനിക്ക് എല്ലാ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവരോടും പറയാനുള്ളത്, അക്സെപ്റ്റ് ചെയ്യുക. നോർമലായിട്ടുള്ളൊരു കാര്യത്തിന് നമ്മൾ നോർമലൈസ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പാർട്ട് ഫ്രം ദാറ്റ് നത്തിങ് ഐ ഹാവ് ടു സേ. പിന്നെ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക. These are all the topics I wanted to say today. And bye bye guys, have a great day.